കെ.എസ്.ആർ.ടി.സി ചാലക്കുടി ഡിപ്പോയുടെ ബജറ്റ് ടൂറിസം സെൽ സംഘടിപ്പിച്ച ഏകദിന അയ്യപ്പ ചരിത്രത്തിലൂടെ ഒരു തീർത്ഥാടനയാത്ര എന്ന തീർത്ഥാടനയാത്രയ്ക്ക് ചാലക്കുടി ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ട ബസ്സിൽ ഏതാണ്ട് 40 തീർത്ഥാടകരാണ് ഇന്ന് ഈ യാത്രയുടെ അവസാന ലക്ഷ്യസ്ഥാനമായ പന്തളം രാജകൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നത്. ചരിത്രപരവും മതാചാരപരവുമായി വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ പന്തള രാജകൊട്ടാരവും അതുപോലെ തന്നെ പന്തളവും. അയ്യപ്പനുമായി ബന്ധപ്പെട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ടും വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പന്തളം. അച്ചൻകോവിൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പന്തളം 900 AD അയ്യപ്പൻ തൻ്റെ പന്തളത്തെ രാജകുടുംബത്തോടൊപ്പം നിർമ്മിച്ച് താമസിച്ചിരുന്ന ഒരു പുരാതന കൊട്ടാരമാണ്. ഈ കൊട്ടാരം 2 കാരണങ്ങളാൽ പ്രസിദ്ധമാണ്. ഒന്ന്, കേരളത്തിലെ ഏറ്റവും മൂല്യവത്തായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശബരിമലയുമായുള്ള ബന്ധമാണ്. മറ്റൊന്ന്, AD 900 മുതൽ 1100 കാലത്തെ സമാനതകളില്ലാത്ത കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ അയ്യപ്പൻ പന്തളം രാജകുടുംബത്തിലെ ഒരു രാജാവിൻ്റെ മകനെന്നാണ് വിശ്വാസം. ഇരുനിലകളുള്ള ഈ കൊട്ടാരം വലിപ്പത്തിൽ ചെറുതാണെങ്കിലും മണ്ണും മരവും കല്ലും മുളയും സമന്വയിപ്പിച്ച കേരളത്തിൻ്റെ അവിശ്വസനീയമായ വാസ്തുവിദ്യയുടെ ഒരു തെളിവ് കൂടിയാണ്. ഈ സ്ഥലത്തിന് പുരാവസ്തു പ്രാധാന്യമുണ്ടെങ്കിലും പല കാരണങ്ങളാൽ കൊട്ടാരം നാൾക്കുനാൾ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, കൈപ്പുഴ ക്ഷേത്രം, തേവാരപ്പുര എന്നിവ മാത്രമേ കൊട്ടാര വളപ്പിൽ അവശേഷിക്കുന്നുള്ളൂ. അന്നത്തെ പാണ്ഡ്യ രാജാക്കന്മാരാണ് പന്തളം കൊട്ടാരം ആദ്യം പണി കഴിപ്പിച്ചത്. ചില കാരണങ്ങളാൽ അവർ കൊട്ടാരം ഒഴിയുകയും ഏതാനും വർഷങ്ങൾക്ക് ശേഷം പന്തളം രാജാക്കന്മാർ കൊട്ടാരം കൈവശപ്പെടുത്തുകയും ചെയ്തു. അയ്യപ്പൻ തൻ്റെ ബാല്യം ചിലവഴിച്ചത് ചരിത്രമനുസരിച്ച് ഈ കൊട്ടാരത്തിലാണ്. പന്തളം രാജവംശം മധുരയിലെ നായക്കന്മാരുടെ ആക്രമണം ഭയന്നാണ് കേരളത്തിലെത്തിയത്. കോട്ടയം കേരളത്തിൽ നിന്ന് കൈപ്പുഴയിലെ ആമുന്തർ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന ഒരു ജന്മിയായ നിലമ്പൂർ കോവിലകത്തെ കൈപ്പുഴ തമ്പാൻ അവർക്ക് കേരളത്തിൽ ഭൂമിയും പദവിയും നൽകി. ഇന്ന് പന്തളം ഇന്ത്യയിലെ പത്തനംതിട്ടയുടെ ഒരു ഭാഗമാണ്. രാജകുടുംബാംഗങ്ങളുടെ വസതിയായിരുന്നു അച്ചൻകോവിൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പന്തളത്തെ ഈ രാജകൊട്ടാരം. പാണ്ഡ്യരുടെയും കേരളീയരുടെയും വാസ്തുവിദ്യാ മിശ്രിതങ്ങൾ കൊട്ടാരത്തിൻ്റെ ഏതു കോണിലും നമുക്ക് കാണാൻ കഴിയും. ചെളി, മുള, കല്ല്, മരം എന്നിവയാണ് പഴയ നിർമ്മിതികളിൽ കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്ന നിർമ്മാണ ഘടകങ്ങൾ. ഈ കൊട്ടാരത്തിലാണ് അയ്യപ്പൻ തൻ്റെ കുട്ടിക്കാലം ചിലവഴിച്ചത്. കാലക്രമേണ ചെറിയ തീപിടുത്തങ്ങളിലും വെള്ളപ്പൊക്കത്തിലും കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളും അപഹരിക്കപ്പെട്ടു. എന്നാൽ വലിയ കോയിക്കൽ ക്ഷേത്രം, കൈപ്പുഴ ക്ഷേത്രം, തേവാരപ്പുര തുടങ്ങിയ ചില നിർമ്മിതികൾ ഇപ്പോഴും പുരാതന ചരിത്രവും പുരാവസ്തു പ്രാധാന്യവും ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ നിലകൊള്ളുന്നു. പന്തളം വലിയ കോയിക്കൽ ശാസ്താക്ഷേത്രം അച്ചൻകോവിൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലി നിർമ്മിച്ച പന്തളം രാജ്യത്തിൻ്റെ കുടുംബക്ഷേത്രം കൂടിയായിരുന്നു. അയ്യപ്പൻ്റെ നിത്യപൂജകൾക്കായി ശബരിമലയിൽ നിന്ന് മടങ്ങിയെത്തിയ രാജശേഖര രാജനാണ് ഇത് നിർമ്മിച്ചത്. കൊട്ടാര വളപ്പിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. വിഗ്രഹത്തിന് പകരം ഒരു സാളഗ്രാമം ആണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. മകരമാസത്തിലെ മകരവിളക്ക് ഉത്സവത്തിന് മുമ്പ് എല്ലാ വർഷവും ധനു 28-ന് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ശബരിമലയിലേക്കുള്ള വിശുദ്ധ തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നത്.
ഈ സമുച്ചയത്തിൽ പ്രധാനമായും രണ്ട് ആരാധനാലയങ്ങളുണ്ട്. ഒന്ന് കൊട്ടാരം ഭരണത്തിന് കീഴിലുള്ള ശിവന്, മറ്റൊന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുന്ന കൃഷ്ണനും ഉള്ളതാണ്. കൃഷ്ണന്റെ ശ്രീകോവിലിൽ നവഗ്രഹ ശില്പങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. ഒരിക്കൽ ക്ഷേത്രത്തിൽ നരസിംഹമൂർത്തിയുടെ വിഗ്രഹം സ്ഥാപിച്ചു. അത് വളരെ ശക്തമാണ്. എന്നാൽ കൊട്ടാരത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് ജ്യോതിഷികളുടെയും പൂജാരിമാരുടെയും നിർദ്ദേശപ്രകാരം വിഗ്രഹത്തിന് പകരം സന്താന ഗോപാലം ഇവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. കൊച്ചുകോയിക്കൽ തേവരപ്പുര, വടക്കേ കൊട്ടാരം, നാലുകെട്ട് കൊട്ടാരങ്ങളിലെ പൂജാമുറികൾ അല്ലെങ്കിൽ തേവാരപ്പുരകൾ തടിയിൽ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോഴും കളങ്കരഹിതമായ അവസ്ഥയിലാണ്. ഇത് 28 ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ ആരാധനയ്ക്കായി സൂക്ഷിക്കുന്നു. പന്തളം രാജ്യത്തിലെ പാണ്ഡ്യബന്ധം മീനാക്ഷി അമ്മൻ വിഗ്രഹത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എളുപ്പത്തിൽ ശ്രദ്ധിക്കാവുന്നതാണ്. വലിയ കോയിക്കൽ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്താണ് ശ്രാമ്പിക്കൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അയ്യപ്പന്റെ തിരുവാഭരണങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. മണ്ഡല മകരവിളക്ക് കാലത്ത് തീർത്ഥാടകർക്ക് ആഭരണങ്ങൾ പൂജിക്കാനും വിശുദ്ധ പല്ലക്ക് കാണാനും അവസരം ഒരുക്കുന്നുണ്ട്. ഈ ആഭരണങ്ങൾ 28-ന് രാവിലെ ധനുവിന് പുറത്തെടുത്ത് വിശുദ്ധ ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്കും പിന്നീട് ശബരിമല ക്ഷേത്രത്തിലേക്കും കൊണ്ടുപോകുന്നതാണ്. പുത്തൻകോയിക്കൽ ഒരു കുളത്തിനടുത്താണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് കുളിക്കാൻ വേണ്ടിയായിരുന്നു ഈ കുളം നിർമ്മിച്ചിരുന്നത്. പവിത്രമായ ആഭരണങ്ങളുമായി ശബരിമലയിലേക്ക് പോകുന്ന രാജാവ് വലിയ തമ്പുരാട്ടിയുടെ വിഭൂതിയും അനുഗ്രഹവും സ്വീകരിക്കാൻ ഈ കൊട്ടാരത്തിൽ തങ്ങാറുണ്ടായിരുന്നു. അച്ചൻകോവിൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കേരളത്തിലെ പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച പന്തളം രാജ്യത്തിൻ്റെ കുടുംബക്ഷേത്രമായിരുന്നു. അയ്യപ്പൻ്റെ നിത്യപൂജകൾക്കായി ശബരിമലയിൽ നിന്നും മടങ്ങിയെത്തിയ രാജശേഖര രാജയാണ് ഇത് നിർമ്മിച്ചത്. കൊട്ടാര വളപ്പിലാണ് ദേവാലയം സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ ഉള്ള മറ്റൊരു ക്ഷേത്രമാണ് കൈപ്പുഴ ക്ഷേത്രം. ഈ സമുച്ചയത്തിൽ പ്രധാനമായും രണ്ട് ആരാധനാലയങ്ങളുണ്ട്. ഒന്ന് ശിവനും മറ്റൊന്ന് കൃഷ്ണനും. മകരവിളക്ക് നാളിൽ ശബരിമലയിൽ അവസാനമായി പ്രാർത്ഥിക്കാൻ വലിയ തമ്പുരാന്റെ പ്രതിനിധിക്ക് അർഹതയുണ്ട്. ഉപനയനത്തിന് മുമ്പ് ആൺകുട്ടികൾക്കും 10-നും 50-നും അപ്പുറമുള്ള സ്ത്രീകൾക്കും വിശുദ്ധ തീർത്ഥാടനത്തിന് അനുമതിയില്ല. ശബരിമല തീർത്ഥാടനത്തിന് രാജകുടുംബത്തിലെ അംഗങ്ങൾ ഇരുമുടിക്കെട്ടും കൊണ്ടുപോകേണ്ടതില്ല. കൊട്ടാരത്തിലെ ഏതെങ്കിലും കുടുംബാംഗങ്ങൾ മരിച്ചാൽ 12 ദിവസത്തേക്ക് ശബരിമല അടച്ചിടുന്ന ഒരു പതിവുമുണ്ട്. പന്തളത്തേക്ക് എത്താനുള്ള ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂരാണ്. അത് പന്തളം കൊട്ടാരത്തിൽ നിന്നും ഏതാണ്ട് 14 കിലോമീറ്റർ ദൂരത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആണ്. അത് ഈ പന്തളം കൊട്ടാരത്തിൽ നിന്നും ഏതാണ്ട് 144 കിലോമീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പന്തളത്തിൻ്റെ മഹാത്മ്യവും പന്തളം രാജകൊട്ടാരത്തിൻ്റെ മഹിമയും അതുപോലെ തന്നെ അയ്യപ്പൻ്റെ മഹാത്മ്യവും ഒക്കെ ഓർത്തുകൊണ്ടും അയ്യപ്പനെ ധ്യാനിച്ചുകൊണ്ടും നമുക്ക് മധുരമനോഹരമായ ഒരു അയ്യപ്പ ഭക്തി ഗീതം കേട്ടുകൊണ്ട് നമ്മുടെ ഈ പന്തളം യാത്ര അവസാനിപ്പിച്ച് നമുക്ക് തിരിച്ച് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ചാലക്കുടിയിലേക്ക് മടങ്ങാം.